RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രശംസവും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിലെ 6 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ തോൽവി അറിയാത്ത ഒരേ ഒരു ടീമാണ് ആഴ്സണൽ. അപ്പൊ നമുക്ക് ടോപ്പ് ടേബിളിൽ ആരൊക്കെയാണ് നിൽക്കുന്നത് നോക്കാം. ഇനി എന്താണ് നടക്കാൻ പോകുന്നത് നോക്കാം. നമുക്ക് ആദ്യത്തെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, ആഴ്സണലാണ്. 6 കളിയിൽ 6 വിജയിച്ച് 18 പോയിന്റുമായിട്ട് 17 ഗോളുകൾ ഈ ചങ്ങായിമാരടിച്ചപ്പോൾ ഒരു ഗോള് മാത്രം വഴങ്ങിയിട്ടുള്ളതാണ് ആഴ്സണൽ. അവസാന മത്സരത്തിൽ ആസ്റ്റൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തോറ്റ കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഇന്നും 3 ഗോൾ അടിച്ച് ക്ലബ് വർക്സിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് 3 ഗോൾ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ജീസസിന്റെ തിരിച്ചുവരവയ്ക്കാണ് ആഴ്സണലിന്റെ മത്സരത്തിലുണ്ടായത്. അപ്പോൾ ആഴ്സണൽ 3-0 ഇന്ന് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ബയണാണ്. അടുത്ത രണ്ടാം സ്ഥാനത്തുള്ള ബയണാണ്. 6 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 5 വിജയം 1 തോൽവി അടക്കം 15 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തുള്ളത്. 18 ഗോളുകൾ അടിച്ചപ്പോൾ 7 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ള PSG ആണ്. PSG ഇന്ന് അറ്റ്ലാന്റിക്കോ ബിൽബാവോ ആയിട്ട് സമനിലയിൽ പിരിയേണ്ടി വന്നു. അവർക്ക് നേരെ രണ്ടാം സ്ഥാനത്ത് കയറേണ്ട ഒരു അവസരമായിരുന്നു. പക്ഷേ ഗോളുകളൊന്നും അടിക്കാൻ പറ്റാതെ അത്ലറ്റിക്കോ ബിൽബാവോ PSG തളച്ചിട്ടു എന്ന് തന്നെ പറയാം. 6 മത്സരങ്ങളിൽ 4 വിജയവും 1 സമനിലയും 1 തോൽവി അടക്കം 13 പോയിന്റുമായിട്ട് PSG മൂന്നാം സ്ഥാനത്തുണ്ട്. നാലാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയിട്ട് പോലെ വെച്ച് റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയിട്ട് വന്നതാണ്. അവർ 6 മത്സരങ്ങളിൽ 4 വിജയവും 1 സമനിലയും 1 തോൽവി അടക്കം 13 പോയിന്റ്. PSG അതേ പോയിന്റിലാണ്. ഗോൾ ശരാശരിയിൽ 12 ഗോളുകൾ അടിച്ചപ്പോൾ 6 ഗോളുകൾ വഴങ്ങിയിട്ട് അവർ 4ാം സ്ഥാനത്തുള്ളത്. അറ്റ്ലാന്റയാണ് 5ാം സ്ഥാനത്തുള്ളത്. 6 മത്സരങ്ങളിൽ 4 വിജയവും 1 സമനിലയും 1 തോൽവി അടക്കം 13 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്തുണ്ട്. 8 ഗോളുകൾ അടിച്ചപ്പോൾ 6 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് അവർ. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആഴ്സണലിനോട് 3-0 പരാജയപ്പെടുകയാണ്. 6ാം സ്ഥാനത്തുള്ള ഇന്റർ മിലാനാണ്. 6 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 4 വിജയവും 2 തോൽവി അടക്കം 12 പോയിന്റുമായിട്ട് 12 ഗോളുകൾ അടിച്ചപ്പോൾ 4 ഗോളുകൾ വഴങ്ങിയിട്ട് ചങ്ങായിമാർ. അടുത്ത 7ാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡാണ്. 6 മത്സരങ്ങളിൽ 4 വിജയവും 2 തോൽവി അടക്കം 12 പോയിന്റുമായിട്ട് 13 ഗോളുകൾ അടിച്ചപ്പോൾ 7 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. 8ാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോ മാഡ്രിഡാണ്. 6 മത്സരം കംപ്ലീറ്റ് ചെയ്ത് 4 മത്സരം വിജയിച്ചു, 2 മത്സരം പരാജയപ്പെട്ടു. അങ്ങനെ 12 പോയിന്റുമായിട്ട് 8ാം സ്ഥാനത്താണ് ഉള്ളത്. 15 ഗോളുകൾ അടിച്ചു, 12 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. 9ാം സ്ഥാനത്തുള്ള ലിവർപൂളാണ്. ലിവർപൂൾ 6 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 4 വിജയവും 2 പരാജയമായിട്ട് 12 പോയിന്റുമായിട്ട്. 10ാം സ്ഥാനത്തുള്ള ഡോട്ട്മണ്ടാണ്. 6 മത്സരങ്ങളിൽ നിന്ന് 3 വിജയവും 2 സമനിലയും 1 തോൽവി അടക്കം 11 പോയിന്റുമായിട്ടാണ്. 11ാം സ്ഥാനത്തുള്ള ടോട്ടൻഹാമാണ്. 6 മത്സരം 3 വിജയവും 2 സമനിലയും 1 തോൽവി അടക്കം 11 പോയിന്റുമായിട്ട് 11ാം സ്ഥാനത്തുള്ളത്. 12ാം സ്ഥാനത്തുള്ള ന്യൂകാസിൽ യുണൈറ്റഡ് ആണ്. 6 മത്സരത്തിൽ 3 വിജയവും 1 സമനിലയും 2 തോൽവി അടക്കം 10 പോയിന്റുമായിട്ട് 13 ഗോളുകൾ അടിച്ചപ്പോൾ 6 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. 11ാം സ്ഥാനത്തുള്ള ചെൽസിയാണ്. 6 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 3 വിജയവും 1 സമനിലയും 2 തോൽവി അടക്കം 10 പോയിന്റുമായിട്ട് 13 ഗോളുകൾ അടിച്ചപ്പോൾ 8 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. 14ാം സ്ഥാനത്തുള്ള സ്പോർട്ടിംഗ് CP ആണ്. 6 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 3 വിജയവും 1 സമനിലയും 2 തോൽവി അടക്കം 10 പോയിന്റുമായിട്ട് അവർ 14ാം സ്ഥാനത്ത് 12 ഗോളുകൾ അടിച്ചപ്പോൾ 8 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. 15ാം സ്ഥാനത്താണ് ബാഴ്സലോണയുടെ കിടപ്പ്. 6 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 3 വിജയവും 1 സമനിലയും 2 തോൽവി അടക്കം 10 പോയിന്റുമായിട്ട് 14 ഗോളുകൾ അടിച്ചപ്പോൾ 11 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണയും അതേപോലെ തന്നെ ഡോട്ട്മണ്ടും ആണ്, അതേപോലെ അത്ലറ്റിക്കോ മാഡ്രിഡാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയിട്ടുള്ളത്. 12ഉം 13ഉം 11 ഗോളുകളൊക്കെയാണ് ഇവർ ഓരോ ടീമുകൾ വഴങ്ങിയിട്ടുള്ളത്. ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആഴ്സണൽ തന്നെയാണ്. ഒരൊറ്റ ഗോളാണ് വഴങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ നടന്ന മത്സരങ്ങൾ, പ്രധാന മത്സരങ്ങൾ നമുക്ക് നോക്കാം. ഇന്നലെ ചാമ്പ്യൻസ് ലീഗ് നടന്ന മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കരബാഗ് FK അജാക്സ് 4-2 പരാജയപ്പെടുത്തി. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായ അജാക്സിനെ കുറിച്ച്. അജാക്സ് ഭയങ്കര മോശം. ഈ സീസണിൽ ഒരു വിജയം പോലും നേടിയില്ല. അവർ 4-2 വിജയം നേടിയിരിക്കുകയാണ്. വില്ലേറലി കോപ്പോഹാക്കായിട്ട് 3-2 പരാജയപ്പെട്ടു. അത് വില്ലേറിന്റെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട്. വില്ലേറലി ഈ സീസണിൽ നല്ല പ്രകടനമാണ് വെച്ചത്. കോപ്പോഹാക്കായിട്ട് 3-2 പരാജയപ്പെട്ടിരിക്കുന്നത്. PSG അറ്റ്ലാന്റിക്കോ ബിൽബാവോയുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഗോൾ അടിക്കാൻ പറ്റാതെ ഒരു പാരീസിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അത്ലറ്റിക്കോ ബിൽബാവോന്റെ ഹോം ഗ്രൗണ്ടിൽ അവർ ഗോൾ അടിക്കാൻ അനുവദിച്ചിട്ടുള്ള PSG ഒരു ഗോൾ പോലും അടിക്കാതെ 0-0 എന്ന സമനിലയിലാണ് അവർ മടങ്ങിയത്. അങ്ങനെ പോയിന്റ് ഓരോന്നായിട്ട് പങ്കിടുകയാണ്. ലെവർകൂസന്റെ മത്സരം 2-2 ന്യൂകാസിൽ യുണൈറ്റഡിനെ സമനിലയിൽ തളച്ചിരിക്കുകയാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് ആദ്യം ലെവർകൂസനാണ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. പിന്നെ ന്യൂകാസിൽ യുണൈറ്റഡ് 2 ഗോൾ അടിക്കുന്നു. അതിനുശേഷം ലെവർകൂസൻ തിരിച്ചു വരുന്ന സമനിലയുണ്ട്. ബെൻഫിക്ക നെപ്പോളിയെ 2-0 പരാജയപ്പെട്ടു. ബെൻഫിക്കയുടെ ഹോം ഗ്രൗണ്ട് എന്ന മത്സരം. അതുപോലെ ക്ലബ് വർക്സിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ആഴ്സണലിന് 3 ഗോളിന് വിജയിച്ചിരിക്കുകയാണ്. അടുത്ത മത്സരം ഡോട്ട്മണ്ടാണ്. ബോഡോ ക്ലിമിറ്റിന്റെ കൂടെ 2-2 സമനിലയിൽ പിരിയാണ് ഉണ്ടായത്. അടുത്ത മത്സരം ജുവന്റസ്. ഫസ്റ്റ് ഹാഫിലൊക്കെ പാഫോസ് FCയുടെ കൂടെ 0-0 സമനിലത്തിന് ശേഷം സെക്കൻഡ് ഹാഫിലാണ് അവർ 65 മിനിറ്റുകൾക്ക് ശേഷം 2 ഗോൾ അടിച്ചിട്ട് ജുവന്റസ് വിജയിക്കുകയാണ്. അവസാന മത്സരത്തിൽ റയൽ മാഡ്രിഡ് സിറ്റിക്കെതിരെ 2-1 പരാജയപ്പെടുകയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ സീസണിൽ നടന്നിട്ടുള്ളത്, ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ 6 റൗണ്ട് മത്സരങ്ങളിൽ. അപ്പോൾ ഇപ്പോഴും ചാൻസുകൾ ആർക്കാണെന്ന് പറയാൻ പറ്റില്ല. എന്താ പറയുക, കഴിഞ്ഞ സീസണിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 16ാം സ്ഥാനത്തോ 15ാം സ്ഥാനത്തോ തന്നെ PSG ആണ് വന്ന് കപ്പടിച്ചത്. അപ്പോൾ ഈ 8 സ്ഥാനത്ത് എത്തുക എന്നുള്ളതൊന്നും വലിയ കാര്യമല്ല, എലിമിനേഷൻ ആവാതെ ഉള്ളിൽ വരിക. അപ്പോൾ അതിനുള്ള ഓരോ മത്സരങ്ങളാണ് ഇനിയുള്ള, ഇനി 2 റൗണ്ട് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള. അത് കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് 16 ഉണ്ട്, പ്രീ ക്വാർട്ടർ, സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ. അതിനുശേഷമായിരിക്കും ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ആ ട്രോഫി മുത്തമിടാനുള്ള അവസരം ഏത് ടീമിനായിരിക്കും എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടുകൂടി നമ്മുടെ സോഷ്യൽ മീഡിയ പേജായ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്ത്